ഈ ലോകത്തെ ഒന്ന് കൺതുറന്നു പോലും കാണാൻ കഴിയാതെ ആ ജീവൻ യാത്രയാവുകയാണ്. ഇന്ന് 8:45 കൂടിയായിരുന്നു പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിൽ ഒരു കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ചു നിലയിൽ കണ്ടെത്തിയെന്ന വിവരം ലഭിക്കുന്നത്. അതിനെ തുടർന്ന് ഇവിടെ എത്തുമ്പോൾ ആ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ചതായിരുന്നില്ല, സമീപത്തെ ഫ്ലാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്നതാണ് എന്ന വിവരം ലഭിക്കുന്നത്. ദിവസങ്ങളോളം പ്രായമുള്ള ഒരു കുഞ്ഞുകുട്ടിയുടെ മൃതശരീരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയാൻ പറ്റൂ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം പ്രായമുള്ള കുട്ടിയാണെന്നുള്ളത്. വളരെ ഹീനമായ ഒരു പ്രവൃത്തിയായിപ്പോയി. ഈ വഴി പോയിരുന്ന ഒരു ഡ്രൈവറാണ് കുഞ്ഞിനെ വഴിയിൽ കിടക്കുന്നത് കണ്ടത്. അയാൾ കണ്ടപ്പോൾ അതൊരു പാവയെ പോലെ തോന്നി എന്നാണ് പറഞ്ഞത്. ഒരു ആമസോണിൻ്റെ പാഴ്സലിൻ്റെ കവറിൽ പൊതിഞ്ഞാണ് ആ കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞതെന്ന് വ്യക്തമായിരുന്നു. കാരണം ആ പാഴ്സലിൻ്റെ കവറും ഒരു ഭാഗത്തും മറുഭാഗത്ത് രക്തം ചിന്തിയ നിലയിൽ ആ കുഞ്ഞിൻ്റെ മൃതദേഹവും കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടൻ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. കവറിൻ്റെ അടുത്ത് കൊച്ച്. എന്ത് കവർ? പ്ലാസ്റ്റിക് കവർ, ഒരു കൊറിയറിൻ്റെ കവറാണ്. അപ്പോൾ ഞാനവിടുത്തെ ആദ്യം പാവയായിരിക്കും വിചാരിച്ചു. ഇവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി അങ്ങോട്ട് വന്നു. അപ്പോൾ എൻ്റെ മിനി ബസ്സാണ്, ഞാൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവറായിട്ട്. ഇവിടുന്ന് മറൈൻ എഞ്ചിനീയറിംഗ് കുട്ടികളെ കൊണ്ടുവന്നു. അപ്പോൾ അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ ആ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ പാവയായിരിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ടെടുത്ത് വന്നപ്പോൾ അല്ല, ബ്ലഡൊക്കെ കിടക്കണം. പിന്നെ എനിക്ക് ആകെ ടെൻഷനായപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു. 8:10 മുമ്പാണ് ഞാൻ പോകുന്നത്. ഡ്രൈവിംഗ് ക്ലാസ് ആയിട്ട് പോണ ആളാണ് ഞാൻ. പെട്ടെന്ന് അവിടെ ഒരു പൊതി കിടക്ക്, ഞാൻ അങ്ങോട്ട് വെട്ടിച്ച് പോയി. ഇപ്പുറത്തോട്ടൊക്കെ വണ്ടി പോകുന്നുണ്ട്. പെട്ടെന്നാണ് കുറേ പിള്ളേരായിട്ടൊരു മിലിറ്ററിയുടെ തോന്നുന്നു ആ വണ്ടി വന്നിട്ട് ഒറ്റ ചവിട്ട്. അപ്പോൾ പെട്ടെന്ന് പേപ്പർ മാറിയപ്പോൾ പുള്ളി കണ്ട് ആ ചവിട്ടിയത് കൊണ്ട് വണ്ടി കയറിയില്ല. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ ഈ 4 പേര്, അതിലൊരാൾ എന്നെ ഫോട്ടോ കാണിച്ചു തന്നു. സുജിത്ത് കോർപ്പറേഷൻ്റെ. പക്ഷെ അവർക്ക് പേടി പറയാനായിട്ട് ഫ്ലാറ്റിൽ നിന്നാണ് വിളിച്ച് പറഞ്ഞത്. പക്ഷേ ഈ കൊച്ചിൻ്റെ ഫോട്ടോ കൊണ്ടാൽ നമുക്ക് സഹിക്കില്ല. പൊക്കിൾ കൂടിയുണ്ട്. അതായത് പ്രസവിച്ചത് ഉറപ്പായിട്ടും ഇന്നലെ രാത്രിയല്ല ഇന്ന് കാലത്തായിരിക്കാം. ആദ്യം പോലീസ് ലഭിച്ചത് ഈ CCTV ദൃശ്യമാണ്. ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ആദ്യം ഈ പ്രദേശത്തെ ആശാവർക്കർമാരെ പോലീസ് വിളിച്ചു വരുത്തി. ആശാവർക്കർമാരിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരം എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ആ ഫ്ലാറ്റിൽ, വൻഷിക എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഗർഭിണികളാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഗർഭിണികളും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റു നാടുകളിൽ വന്ന് താമസിക്കുന്ന ഗർഭിണികളുടെ പക്ഷേ ഇവരിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകില്ല. പോളിയോനും ഇതിനൊക്കെ ഈ ഫ്ലാറ്റിൽ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇവിടെ നമ്മൾ അന്വേഷിച്ചതാണ്. ഇവിടെ വന്നായിരുന്നു അതാ രജിസ്റ്റർ ചെയ്യണത്. ചിലർ നമ്മളെ അറിയിച്ചില്ലെങ്കിൽ, ഇപ്പം പ്രഗ്നൻ്റ് ആണ് പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ. അറിയിച്ചില്ലെങ്കിൽ കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ ഒരു നികൃഷ്ട കൊലപാതകമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ആ ജീവൻ്റെ രക്തം ഇപ്പോഴും ആ റോഡിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തായാലും പ്രതികളിലേക്ക് അന്വേഷണം വളരെ വേഗത്തിൽ എത്തി എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് ഇതിൻ്റെ അന്വേഷണം എത്തിയിരിക്കുന്നത്.